ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട ടൗണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു 7 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു 1750 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൻ്റെ വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി വീടാണ്, നല്ല കണ്ടംപററി സ്റ്റൈല്, നല്ലൊരു ലൊക്കേഷനിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ. നല്ല ലേക്ക് വ്യൂ ആയിട്ടുള്ളൊരു വീടാണ്. വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. മുകളിൽ ചെന്നാൽ അതിൻ്റെ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 7 സെൻറ്റ് സ്ഥലമുണ്ട്. ഇനി ഇതിന് മതിൽക്കെട്ട് ബാക്കിയുണ്ട്. ജസ്റ്റ് പെയിൻറ്റിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. നല്ല ഓപ്പൺ കിണറാണ്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കടക്കണം. പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നുണ്ട്, അത് കാരണം അതിൻ്റെ ഒരു കുറവുകളുണ്ട്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് കടക്കണം. ഡൈനിങ്ങിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സ്റ്റെയർ പോകുന്നുണ്ട് കേട്ടോ. നല്ല മോഡേൺ ആയിട്ടുള്ള വീട് തന്നെയാണ്. നല്ല വെട്ടുകല്ലുകൊണ്ട് പണിതേക്കണ വീടാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ സ്പേസ് ഉണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ കബോർഡിന് ഇത് വയ്ക്കാറുണ്ട്. കബോർഡ് വയ്ക്കാൻ മറ്റേ അൽമാരിക്ക് കബോർഡ് വയ്ക്കാൻ ഇത് വയ്ക്കാറുണ്ട് കേട്ടോ. ഇതൊരു വാഷ്റൂമുണ്ട്. ഡോർ വയ്ക്കാണ്ട് ഇതിൻ്റെ അൽമാരിക്ക്. നമ്മുടെ ഹാളിൻ്റെ ഒരു നല്ലൊരു ആർച്ച് ഉണ്ട് കേട്ടോ. അതിനകത്ത് നന്നായിട്ടുണ്ടത്. നല്ല മോഡേണായിട്ട് തന്നെയാണ് ആർച്ച് വന്നേക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കിച്ചൻ്റെ കബോർഡ് വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ, പുകയില്ലാത്ത അടുപ്പ്. ഇവിടെ കോമൺ വാഷ്റൂമുണ്ട്. ഗ്രില്ലിലേക്ക് ഇട്ട് നല്ല സേഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. സ്റ്റെയർ ഇപ്പോഴത്തെ മോഡലിൽ നല്ല ഇത് സ്റ്റീലിൻ്റെ സ്റ്റെയറാണ് കേട്ടോ. മറ്റേ വുഡിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മോൾ ഭാഗത്ത് നല്ലൊരു ബാൽക്കണി കാര്യങ്ങളും കയറി വരുന്നിടത്തൊരു ഹാള് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ മോൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇതൊരു ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിന് ബാത്റൂം ഇല്ല കേട്ടോ. അതിന് പകരം ഇപ്പുറത്തെ ബെഡ്റൂമിന് ഉണ്ട്, വാഷ്റൂമുണ്ട്. ഓക്കെ, ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമിന്. ഇതിൻ്റെ ലേക്ക് വ്യൂ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണണ്ട. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കാറ്റും ഇതും. ഒരു പറമ്പ് കഴിഞ്ഞാൽ ഈ പാടണത് കേട്ടോ. അപ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചൊക്കെ കിട്ടും അവിടെ. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം. അതായത് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത ഏരിയയാണ് കേട്ടോ. ഇവിടെ 2018 വെള്ളം കയറാത്തതും വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു ഏരിയയാണ്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, ഡ്രസ്സൊക്കെ അടിച്ചിട്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 45 ലക്ഷം രൂപയെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് 7 സെൻറ്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൻ്റെ വീടും. ഇവിടെ നല്ലൊരു ബാൽക്കണി കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളി വീടുകളും ഇതുപോലത്തെ തന്നെ നല്ല മോഡേണായിട്ടുള്ള വീടുകളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ 45 ലക്ഷം രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിലയ്ക്ക് നമുക്ക് ഞങ്ങളുടെ ടൗണിൽ കിട്ടാനില്ല വീടുകളൊന്നും. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ പറ്റും കേട്ടോ.
പണി നടക്കുന്ന കാരണം നമുക്ക് നീറ്റല്ല. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെട വീടായിരിക്കും ഇത്. ഓക്കെ, താങ്ക് യു.